കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗം നടന്നു. ചർച്ചയ്ക്കുണ്ടായിരുന്ന 15 അജണ്ടകളും പാസായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന. കട്ടപ്പനയിലെ മലിനജല പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് STB പ്ലാന്റ് നിർമ്മിക്കുന്നതിന് തീരുമാനമായി. നഗരസഭാ ചെയർപേഴ്സൺ ജോയി വെട്ടിക്കുഴിയുടെ അധ്യക്ഷതയിലാണ് കൌൺസിൽ യോഗം നടന്നത്. കട്ടപ്പന നഗരസഭാ കൌൺസിൽ യോഗത്തിൽ പ്രധാനമായും 15 അജണ്ടകളാണ് ചർച്ചയ്ക്ക് വന്നത്. നഗരസഭാ പരിധിയിലെ ഓടയിൽ മാലിന്യങ്ങൾ ഒഴുകി കട്ടപ്പന ആറിലേക്ക് എത്തുന്നത് പതിവാണ്. പല വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും പൈപ്പ് ഓടയിലേക്കാണ് ഇട്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടികൾ നഗരസഭ സ്വീകരിക്കും. മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. കട്ടപ്പന ടൗണുമായി ബന്ധപ്പെട്ട് ജലം ഒഴുകുന്നതിൻ്റെ പേരിൽ ആളുകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഏറ്റവും അടിയന്തരമായി STP ടാങ്ക് നിർമ്മിക്കുന്നതിനും അതിനാവശ്യമായ സ്ഥലമെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്നത്തെ കൗൺസിലിൽ എടുക്കുകയുണ്ടായി. ഒരു കാരണവശാലും മലിനജലം ഒഴുകിപ്പോകുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ല. എല്ലാ സ്ഥാപനങ്ങളും അവരുടെ മലിനജലം സംഭരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ അവരവരുടെ ഉത്തരവാദിത്വത്തിൽ തന്നെ ഉണ്ടാക്കേണ്ടതാണ്. അവർ ശേഖരിക്കുന്ന മലിനജലം അവിടെ നിന്നും മുനിസിപ്പാലിറ്റി ക്രമീകരിക്കുന്ന STP പ്ലാന്റിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിനാവശ്യമായ സൗകര്യങ്ങൾ മുനിസിപ്പാലിറ്റി ഏർപ്പെടുത്തും. അതിനുള്ള ഒരു യൂസർ ഫീ സംരംഭകർ മുനിസിപ്പാലിറ്റിയിൽ അടയ്ക്കേണ്ടതായിട്ട് വരും. എന്തായാലും സമീപഭാവിയിൽ തന്നെ മലിനജലം ഓടയിൽ കൂടി ഒഴുകുന്ന ഒരു സംവിധാനത്തിന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് അറുതി വരുത്താൻ മുൻഗണന നൽകിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുനിസിപ്പാലിറ്റി മുൻപോട്ട് പോകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ രാത്രി കാലങ്ങളിൽ അവിടെ കമ്പസ്റ്റേഷൻ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് ആളുകൾക്ക് രേഖപ്പെടുത്തി എന്ന പരാതി മുനിസിപ്പാലിറ്റിക്ക് അറിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ രാത്രി കാലങ്ങളിൽ കൂടി നമ്മുടെ ബസ് സ്റ്റാൻഡ് പ്രവർത്തനക്ഷമമാക്കത്തക്ക നിലയിൽ അവിടെ വെളിച്ചം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇൻവെർട്ടർ സ്ഥാപിക്കുവാനും അവിടെ രാത്രി കാലങ്ങളിലേക്ക് ഒരു സെക്യൂരിറ്റിയെ നിയമിക്കുവാനും അതോടൊപ്പം തന്നെ അത് കമ്പസ്റ്റേഷൻ എടുത്തിരിക്കുന്ന ആളിനോട് രാത്രി കാലങ്ങളിൽ കൂടി അത് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്നത്തെ മുനിസിപ്പൽ കൗൺസിൽ എടുത്തിട്ടുണ്ട്. വാഴവരയിലുള്ള അർബൻ PHCയുടെ പ്രവർത്തനം കൊണ്ടുപോകുന്നതിന് വേണ്ടി അടിയന്തരമായി അവിടെ ഒരു ജനറേറ്റർ വാങ്ങിച്ചു നൽകുന്നതിനും വാഴവരയിലുള്ള മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം അതിൻ്റെ അതിര് നിർണയിച്ച് അത് കെട്ടി അടച്ച് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. സ്ഥലം അളന്നു തിരിക്കുന്നതിന് താലൂക്ക് ഓഫീസറോട് താലൂക്ക് സർവേയർക്കോട് അപേക്ഷിക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്ഥലം വേലികെട്ടി സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോജക്റ്റ് തയ്യാറാക്കി അതിനു വേണ്ടിയിട്ടുള്ള പണം ചെലവാക്കുന്നതിനുള്ള പദ്ധതിക്ക് അനുമതിയും ഇന്നത്തെ കൗൺസിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ദൈനംദിന കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യുകയും പ്രത്യേകിച്ച് ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നുകൊണ്ട് എടുക്കാൻ പറ്റുന്ന തീരുമാനങ്ങളൊക്കെ ഈ നഗരസഭയുടെ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുവാൻ അനാവശ്യ തീരുമാനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് 70% കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്താൻ കഴിയുകയും സംസ്ഥാനത്തെ 23ാമത്തെ റാങ്കിലേക്കും നഗരസഭയുടെ ആ ഒരു എക്സ്പെൻഡിച്ചർ എന്നതിൻ്റെ കാര്യത്തിൽ പദ്ധതി വിഹിതം ചെലവാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 23ാം സ്ഥാനത്തേക്ക് മുനിസിപ്പാലിറ്റിക്ക് എത്താൻ കഴിയുകയും ചെയ്തത് വലിയൊരു നേട്ടമാണ്.
അത് കുറച്ച് പണം കൂടി പൈസ നമ്മൾ കൊടുത്തിട്ടുള്ള പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള കാര്യം കൂടി ഉൾപ്പെടുവാനായിട്ടുണ്ട്. അതുകൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും 70 എന്നുള്ളത് കുറച്ചുകൂടി അതിൻ്റെ ഒരു ശതമാനം വർദ്ധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്ര മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് എക്സ്പെൻഡിച്ചർ ആക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജീവനക്കാരോടുമുള്ള അവരെ പ്രത്യേക അഭിനന്ദനങ്ങൾ നഗരസഭ അറിയിക്കുകയുണ്ടായി. കോഡ് ഓഫ് കോണ്ടാക്റ്റ് മാറുന്ന അനുസരിച്ച് അടുത്ത വർഷത്തേക്കുള്ള പദ്ധതി നിർവഹണവുമായി മുനിസിപ്പാലിറ്റി മുമ്പോട്ട് പോകുന്നതിനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. നഗരസഭയുടെ വാഴവര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥലം അതിരു നിർണയിച്ച് വേലി കെട്ടി സംരക്ഷിക്കുന്നതിനും പുതിയ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം രാത്രിയിൽ തുറന്നു നൽകുന്നതിനും സെക്യൂരിറ്റിയെ നിയമിക്കുന്നതിനും തീരുമാനമായി. നഗരസഭാ ഗ്രൌണ്ട് എക്സിബിഷൻ നടത്തുന്നതിന് വിട്ടു നൽകുന്നതിനും നഗരസഭാ പരിധിയിൽ ഓട്ടോ പെർമിറ്റ് അനുവദിക്കുന്നതിനും തീരുമാനിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാ ഫർണിച്ചറുകൾക്കും വൻ വിലക്കുറവ്. 4 നിലകളിലായി മികച്ച കളക്ഷൻസ്. ബെഡുകൾക്കായി പ്രത്യേക വിഭാഗം. 2400 രൂപ മുതൽ ഗ്യാരണ്ടി ബെഡുകൾ. EMI സൗകര്യം ലഭ്യമാണ്. വുഡ്പെക്കർ ഫർണിഷിംഗ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ, ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, കട്ടപ്പന.